നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. Let us focus on 1 Peter chapter 2 verse 9. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. But you are a chosen race, a royal priesthood, a holy nation, God's own people, that you may declare the wonderful deeds of him who called you out of darkness into his marvelous light. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. Peter was writing this letter to churches that were in the region of today's Turkey. ഇന്നത്തെ തുർക്കിയിൽ ആ ഭൂമിശാസ്ത്രപരമായ രാജ്യത്തിൽ അന്ന് ഉണ്ടായിരുന്ന സഭകളോടാണ് പത്രോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ എഴുതുന്നത്. The churches in the region were facing challenges. ആ കാലഘട്ടത്തിൽ ആ സഭകൾ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയമായിരുന്നു. Among these challenges, their faith was being tested as they were being persecuted. വലിയ പീഡനം കടന്നു വന്നപ്പോൾ വിശ്വാസം വല്ലാതെ പരിശോധിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. We find mention about this in 1 Peter chapter 4 verse 12. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണുവാനായി കഴിയും. Peter is telling the churches, "Beloved, do not be surprised at the fiery ordeal which comes upon you to prove you." പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്ന് കൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. He says, "Do not be afraid of this fiery ordeal as if there is something strange that is happening to you." പത്രോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നു, ഈ അഗ്നിശോധനകൾ വരുമ്പോൾ ഒരു അപൂർവ കാര്യം വന്നു എന്ന് നിരൂപിച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. Referring to the persecutions, he says in 4:13, "But rejoice." 13-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. Rejoice insofar as you share Christ's sufferings. നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളത് നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുകാരാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. And so Peter says in 1 Peter chapter 3 verse 15, 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു. he says, "Always be prepared to make a defense to anyone who calls you to account for the hope that is in you." നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. And he goes on to say in 15 and 16, "But do it with gentleness and reverence and keep your conscience clear." പത്രോസ് തുടർന്ന് ഇപ്രകാരം പറയുന്നു, ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. When we face challenges, our faith is in doubt. ഒരുപക്ഷെ നമ്മൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ സംശയവും ചോദ്യങ്ങളും ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമാണ്. When we face persecutions, we are tempted to give up our faith. ഒരുപക്ഷെ പീഡനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഉപേക്ഷിക്കാനായി നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. And therefore Peter is trying to encourage the church in the midst of difficulties. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സഭയെ ശാക്തീകരിക്കുന്നതിനായി ശ്രമിക്കുകയാണ്. And to encourage them, he says, "Understand your status."
അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നു, നിങ്ങൾ എന്താണ് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടാവണം. And he uses 4 titles. The church, you are a chosen race, a royal priesthood, a holy nation, God's own people. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. സഭയെക്കുറിച്ചുള്ള 4 തലക്കെട്ടുകൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്ത ജനമാണ്. Understand your dignity and status in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്കുള്ള മഹത്വവും നിങ്ങൾക്കുള്ള അവസ്ഥയും നന്നായി നമ്മൾ മനസ്സിലാക്കണം. Therefore be firm to stand in your faith. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരണം. We will focus on the 4th title this morning. 4-മതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭയുടെ വിശേഷണത്തെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രീകരണം. He says, you the church, you are God's own people. സഭ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്ത ജനമാണ്. This phrase, God's own people, is translated in different ways in different English versions of the Bible. ഇംഗ്ലീഷിലുള്ള പല പരിഭാഷകളിൽ ഈ സ്വന്ത ജനം എന്നുള്ളത് വളരെ വ്യത്യസ്തങ്ങളായിട്ടാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. In the King James Version, it is said, you are God's peculiar people. കിങ് ജെയിംസ് പരിഭാഷയിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വളരെ സവിശേഷതയുള്ള ആളുകളാണ്. In common English today, the word peculiar means something strange, something abnormal, something that you would not like to follow. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സവിശേഷത എന്നുള്ളത് വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്ന അനുഭവമാണ്. ഒരുപക്ഷെ അസാധാരണമായി ജീവിക്കുന്നവർ, ഒരുപക്ഷെ വ്യത്യസ്തരായി ജീവിക്കുന്നവർ എന്നൊക്കെ പല അർത്ഥങ്ങൾ അതിന് കൊടുക്കാറുണ്ട്. But the King James Version, when it uses the term peculiar, it is translating this word from the Latin Bible. ലത്തീൻ പരിഭാഷയിൽ നിന്നാണ് ഈ പ്രത്യേകമായ വാക്ക് കിങ് ജെയിംസ് പരിഭാഷ സ്വീകരിച്ചിരിക്കുന്നത്. In the Latin Bible, it is said, you are God's peculium. ലത്തീൻ പരിഭാഷയിൽ പ്രത്യേകമായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ പെക്യൂലിയം എന്നാണ്. This word peculium has a very deep meaning. ഈ വാക്കിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. We will look at 4 important meanings of this word peculium. ഈ പ്രത്യേക പദത്തിന്റെ, പെക്യൂലിയം എന്ന് പറയുന്ന പ്രത്യേക പദത്തിന്റെ 4 അർത്ഥങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. The word peculium means belonging exclusively to somebody. ഈ പ്രത്യേകമായ വാക്കിന്റെ അർത്ഥം നാം ആരോടോ അനന്യ സാധാരണമായി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. Peculium means being somebody's private property. മറ്റാരുടെയോ സ്വകാര്യ സ്വത്താണ് നമ്മൾ എന്നാണ് ഈ പ്രത്യേക വാക്കിന്റെ അർത്ഥം. This word peculium was very common in the times of Peter. പത്രോസിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വാക്ക് വളരെ സാധാരണമായി ഉപയോഗിച്ചിരുന്ന വാക്കാണ്. And here Peter is telling the church, you belong to the master. You are God's peculium. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പ്രത്യേകമായി പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്ത ജനം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തിനു മാത്രമുള്ള സ്വത്താണ് എന്നുള്ളതാണ്. You are God's own possession. നിങ്ങൾ ദൈവത്തിന്റെ സമ്പത്താണ്. In Deuteronomy chapter 4 verse 20, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ God says to the people of Israel, ദൈവം ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറയുന്നു, and he says, the Lord has taken you and brought you forth out of the iron furnace out of Egypt to be a people of his own possession. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. And here Peter is saying, you, the church,
you are also purchased by God. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയാനായി ശ്രമിക്കുന്നത് നിങ്ങൾ സഭ എന്നത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. In 1 Peter chapter 1 verses 18 and 19. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ You know you were ransomed from the futile ways, not with perishable things such as silver and gold, but with the precious blood of Christ, like that of a lamb without blemish or spot. നാം ഇപ്രകാരം വായിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Purchased by the blood of Christ. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. In other words, God's life is given for you, the church. സഭ എന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വന്തം ജീവൻ തന്നെ നൽകിയതാണ്. In Acts chapter 20 verse 28, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ Paul is calling the elders of the church in Ephesus. എഫേസ്യയിലുള്ള മൂപ്പന്മാരോട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു. And he is exhorting them. അവരെ പ്രചോദിപ്പിക്കുകയാണ്. He says, take heed to yourselves and to all the flock in which the Holy Spirit has made you overseers to care for the church of God, which he obtained by the blood of his Son. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടവും മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. Church is God's peculium, purchased by the blood of God. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പെക്യൂല്യമാണ്, സ്വന്തം ജനമാണ്, തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. Jesus himself is a good example of peculium. യേശു കർത്താവ് തന്നെ ഈ പെക്യൂല്യം എന്ന വാക്കിന്റെ വളരെ നല്ല ഉദാഹരണമാണ്. As you read through the gospel according to John, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ you will notice how Jesus expresses himself as one who is totally committed to God. എപ്രകാരമാണ് തന്നെ അയച്ച ദൈവത്തോട് താൻ പൂർണ്ണ സമർപ്പിതനാണ് എന്ന് യേശു കർത്താവ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In John chapter 5 verse 30, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ Jesus says, യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, I can do nothing on my own authority. എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. And he goes on to say, തുടർന്ന് ഇപ്രകാരം പറയുന്നു, I seek not my own will, but the will of him who sent me. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്നവിടെ നമ്മൾ വായിക്കുന്നു. Jesus repeats this in John chapter 6 verse 38. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. Jesus says, I have come down from heaven not to do my own will, but the will of him who sent me. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. Now Jesus says in John chapter 4 verse 34, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, my food is to do the will of him who sent me and to accomplish his work. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം എന്നാണ്. So Jesus is saying that his very sustenance is by God's word. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ വചനമാണ് യേശുവിന്റെ സ്വന്തം നിലനിൽപ്പ് തന്നെ എന്ന് യേശു കർത്താവ് പറയാൻ ശ്രമിക്കുകയാണ്. Even in the temptations, Jesus says to Satan, man shall not live by bread alone, but by the word of God. യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു കർത്താവ് സാത്താനോട് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. A slave's sustenance
is by the food provided by God. ഒരു അടിമ ജീവിക്കുന്നത് യജമാനൻ കൊടുക്കുന്ന ആഹാരം കൊണ്ട് മാത്രമാണ്. The church also lives by the word of God. അതുകൊണ്ട് തന്നെ സഭ ജീവിക്കുന്നത് ദൈവ വചനം കൊണ്ടാണ്. The church's sustenance comes from God's word. ദൈവ വചനത്തിൽ നിന്നാണ് സഭയുടെ നിലനിൽപ്പ് ജീവനം സാധ്യമായി തീരുന്നത്. The sustenance comes from God's word in your life. നമ്മുടെ നിലനിൽപ്പ് അതിജീവനം സാധ്യമാകുന്നത് ദൈവ വചനത്തിൽ നിന്നാണ്. The church is God's peculium. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, പെക്യൂലിയമാണ്. Therefore Paul says in Romans chapter 1 verse 1, റോമാലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു. he calls himself Paul, a slave of Jesus Christ. പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ അടിമ, ദാസൻ എന്നാണ്. Similarly in Philippians chapter 1 verse 1, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. Paul and Timothy, slaves of Jesus Christ. പൗലോസും തീമത്തിയോസും ദൈവത്തിന്റെ കർത്താവിന്റെ അടിമകൾ, ദാസന്മാരാണ് എന്നവിടെ വായിക്കുകയാണ്. But Paul and, as it is mentioned, Timothy are slaves of Christ, totally given to Christ's service. ഇവിടെ നമ്മൾ വായിക്കുന്നത് പൗലോസും തീമത്തിയോസും കർത്താവിനൊരു അടിമകൾ എന്ന പോലെ തങ്ങളെ തന്നെ നൽകിയവരാണ്, With no preconditions. ഒരു മുൻ സാധ്യതയും വയ്ക്കാതെ. Therefore the message is to all of us as the church of God. അതുകൊണ്ട് ദൈവസഭയുടെ അംഗങ്ങളായ നമ്മുടെ എല്ലാവരോടുമാണ് ഈ സന്ദേശം. In 1 Corinthians 6 verses 19 to 20, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. towards the last part of verse 19, 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു. Paul says, "You are not your own. You were bought with a price. So glorify God in your body." നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? Again in 1 Corinthians 7:23, 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Paul says, "You were bought with a price. Do not become slaves of human beings." നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. Romans chapter 12 verse 1, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Paul says, "I appeal to you therefore, brethren, by the mercies of God, to present your bodies as a living sacrifice, holy and acceptable to God." സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. The church is God's peculium. സഭ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, പെക്യൂലിയമാണ്. There's a second dimension to this word peculium. ഈ വാക്കിന് ഒരു രണ്ടാമത്തെ അർത്ഥ തലമുണ്ട്. Peculium means personal treasure. പെക്യൂലിയം എന്ന വാക്കിന്റെ അർത്ഥം സ്വകാര്യമായ സമ്പത്ത്, നിധി, നിക്ഷേപം എന്നുള്ളതാണ്. There's a third dimension to the word peculium. ഈ പെക്യൂലിയം എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത്, Peculium is the bride or the wife, to use the image of marriage. വിവാഹം എന്ന സാദൃശ്യം സ്വീകരിക്കുമ്പോൾ പെക്യൂലിയം എന്ന വാക്കിന്റെ അർത്ഥം മണവാട്ടി അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളതാണ്. In Ephesians chapter 5 verse 23, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. Paul writes, പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, "For as the husband is the head of the wife, so Christ is the head of the church, his body, and is himself its savior." ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു.
the husband and the wife, Jesus the bridegroom and church the bride. ഭർത്താവും ഭാര്യയും എന്നുള്ളത് യേശുവും മണവാട്ടി സഭയും തമ്മിലുള്ള ബന്ധമാണ്. In Ephesians 5:29, 5-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. Paul says, "For no man ever hates his own flesh, but nourishes and cherishes it, as Christ does the church, because we are members of his body." ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലോ. No man hates his wife. ഒരു മനുഷ്യനും സ്വന്തം ഭാര്യയെ പകയ്ക്കാറില്ല. Because the wife is his own flesh. കാരണം അവന്റെ ശരീരത്തിന്റെ തന്റെ ഭാഗമാണ് അവന്റെ പങ്കാളി. The two are one. രണ്ടുപേരും ഒന്നാണ്. And therefore in Ephesians from verse 30 onwards, Paul is saying the two become one. It is a mystery. 30 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, പുരുഷനും സ്ത്രീയും ഒന്നായിത്തീരുന്നു. ആ ഒന്നാകൽ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. The oneness of husband and wife. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം. The oneness of Christ and the church. ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ഐക്യവും ഒന്നാണ്. Is a bond of love. ഇത് സ്നേഹത്തിന്റെ ഒരു വലിയ ബന്ധമാണ്. Is a bond of sacrifice. ഇത് ത്യാഗത്തിന്റെ ഒരു വലിയ ബന്ധമാണ്. In which both together find fulfillment. ഇത് രണ്ടും ചേർന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ്. In Hosea chapter 2 verses 19 and 20. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. God is telling the people, ദൈവം തന്റെ ജനത്തോട് ഇപ്രകാരം പറയുകയാണ്, I will betroth you to me forever. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. I will betroth you in righteousness and in justice, in steadfast love and in mercy. നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. I will betroth you to me in faithfulness. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. This bond of marital love is a transformative love for the church. സഭയെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് ഈ വിവാഹം എന്ന അടയാളത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ആ സ്നേഹം. And Paul says this is a profound mystery. ഇത് അതിമഹത്തരമായ ഒരു മർമ്മമാണ്, രഹസ്യമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. One young promising theological student, his name is Basil Paul. ബേസൽ പോൾ എന്ന് പറയുന്ന ഒരു യുവ ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു, He is trying to highlight this profound mystery. ഈ അതിമഹത്തായ രഹസ്യത്തെ വിവരിക്കാനായി ശ്രമിക്കുമ്പോൾ, And in that reading, the Gospel according to John and the book of Revelation are written by the same author. യോഹന്നാന്റെ സുവിശേഷവും വെളിപാട് പുസ്തകവും എഴുതിയിരിക്കുന്നത് ഒരേ എഴുത്തുകാരനാണ്. But the Gospel focuses on Jesus, the bridegroom. സുവിശേഷം കേന്ദ്രീകരിക്കുന്നത് യേശുവാകുന്ന മണവാളനെ കുറിച്ചാണ്. The book of Revelation focuses on the church, his bride. എന്നാൽ വെളിപാട് പുസ്തകം നമ്മുടെ മുൻപിൽ വെളിവാക്കുന്നത് സഭ എന്ന മണവാട്ടിയെ കുറിച്ചാണ്. In the wedding at Cana, Jesus transforms the water into wine. ഖനാവിലെ കല്യാണത്തിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ്. And it is said this is the first of the signs that Jesus performed. നമ്മൾ വായിക്കുന്നത് അത് അടയാളങ്ങളുടെ ആരംഭമായി യേശു ചെയ്തു എന്നാണ്. The word sign itself is very profound. ഈ അടയാളം എന്ന വാക്ക് തന്നെ വളരെ മഹത്തരമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. And in the fourth gospel, 4-ാം സുവിശേഷത്തിൽ Moses is presented as a prototype of Jesus. യേശു കർത്താവിന്റെ ഒരു അടയാളമായി മോശയെ അവതരിപ്പിക്കുന്നുണ്ട്. The plagues in Egypt
Moses begins by transforming the water of the Nile into blood. മിസ്രയീമിൽ ബാധകൾ ആരംഭിക്കുന്നത് നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറുന്നതിലൂടെയാണ്. This is found in Exodus chapter 7 verses 15 to 20. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിച്ച് മനസ്സിലാക്കുന്നത്. But the 10 plagues in Egypt end with the slaughter of the Passover lamb. ഈ 10 ബാധകളും മിസ്രയീമിലെ അവസാനിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ രക്തം സ്വീകരിച്ചുകൊണ്ടാണ്. Exodus chapter 12, you have the description. 12-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. In the fourth gospel, 4-ാം സുവിശേഷത്തിൽ Jesus begins the signs with transforming water into wine. യേശു കർത്താവ് അടയാളങ്ങൾ ആരംഭിക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടാണ്. But his life concludes when he is slaughtered as the Passover lamb. യേശു കർത്താവിന്റെ ജീവിതം അവസാനിക്കുന്നത് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടായി തീരുന്നതിലൂടെയാണ്. It is mentioned in John chapter 19 verses 14 to 16. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 14 വാക്യങ്ങളിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. Now very interestingly, when you read the story of the wedding at Cana, നാം കാനാവിലെ കല്യാണത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ വളരെ രസകരമായി നമുക്ക് തോന്നുന്നത്, in that story the word bridegroom is mentioned. ആ കഥയിൽ അല്ലെങ്കിൽ ആ അടയാളത്തിൽ മണവാളൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. When the water is turned into wine, the steward goes to the bridegroom and says, "Oh, you have kept the best wine for the last." വെള്ളം വീഞ്ഞാക്കി മാറ്റിയപ്പോൾ സേവകർ മണവാളന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നു, നീ ഇത്രകാലം ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവോ? In that story there is no mention of the bride. എന്നാൽ ആ ചരിത്രത്തിൽ മണവാട്ടിയെക്കുറിച്ചുള്ള സൂചനകളില്ല. But in the book of Revelation, John is focusing on the bride. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിവാക്കാനായി ആഗ്രഹിക്കുന്നത് മണവാട്ടിയെക്കുറിച്ചാണ്. And in Revelation 21 verse 9, 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. the angel says, "Come, I will show you the bride, the wife of the Lamb." കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നവിടെ വായിക്കുകയാണ്. The Paschal Lamb is the one who gives life to the bride, the church. മണവാട്ടിയായ സഭയ്ക്ക് ജീവൻ നൽകുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. Ephesians 5:25, as Christ loved the church and gave himself up for her. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ തന്നെ നൽകുകയായിരുന്നു എന്നാണ്. The relationship between the bridegroom and the bride is peculiar. ഈ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ പെക്യൂലിയം, സ്വന്ത ജനം എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്താം. The relationship between Christ and the church is peculiar. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധവും ഈ പെക്യൂലിയം എന്ന വാക്കിനാൽ അടയാളപ്പെടുത്തേണ്ടതാണ്. Church is the bride, സഭ മണവാട്ടിയാണ്, the bride of Christ. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. There's a fourth dimension to this word peculiar. ഈ പെക്യൂലിയം എന്ന വാക്കിന് 4-ാമത്തെ ഒരു അർത്ഥതലവുമുണ്ട്. The word peculiar means witness. ഈ 4-ാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് സാക്ഷ്യം എന്നുള്ളതാണ്. Peculiar means ambassador. ഈ വാക്കിന്റെ അർത്ഥം സ്ഥാനാപതി എന്നുള്ളതാണ്. Peculiar means being an advertisement. ഒരു പരസ്യമായി മാറുക എന്നുള്ളതാണ്. Paul says it in Galatians chapter 6 verse 17. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു. He says, "I bear on my body the marks of Jesus." പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ, യേശുവിന്റെ ചൂടടയാളം ധരിക്കുന്നവനാണ്. It's very interesting in the letter to the Galatians. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് വളരെ താല്പര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്, There were Jewish Christians അവിടെ യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. and they said,
all Gentile Christians must first be circumcised. Then only they can be Christians. വിജാതീയരായ ക്രിസ്ത്യാനികൾ അവരാദ്യം തന്നെ പരിച്ഛേദന ഏൽക്കണമെന്ന് യഹൂദ ക്രിസ്ത്യാനികൾ നിർബന്ധം പിടിച്ചിരുന്നു. They were imposing a certain stigmata. ഇത്തരത്തിലുള്ള ചില മുദ്രകൾ, ചില അടയാളങ്ങൾ അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. But Paul says these external things don't matter. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെ പുറമേയുള്ള കാര്യങ്ങളല്ല പ്രാധാന്യമുള്ളത്. What matters is whether in your life you radiate the cross of Christ. എന്നാൽ നിന്റെ ജീവിതത്തിലൂടെ നീ ക്രിസ്തുവിന്റെ കുരിശിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം നൽകുന്ന വിഷയം. And so, my friends, the church has to be conscious of its dignity. അതുകൊണ്ട് തന്നെ സഭ എന്താണ്, സഭയുടെ മഹത്വം എന്താണ് എന്നുള്ള നല്ല തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. You must realize your status in God's sight. ദൈവത്തിന്റെ മുൻപിൽ നാം ആരാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം. You are God's peculium. നാം എല്ലാവരും, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, പെക്യൂലിയമാണ്. You are God's slave. നിങ്ങൾ ദൈവത്തിന്റെ അടിമകളാണ്. You are God's personal treasure. നിങ്ങൾ ദൈവത്തിന്റെ സ്വകാര്യ സ്വത്താണ്. You are God's bride. നിങ്ങൾ ദൈവത്തിന്റെ മണവാട്ടിയാണ്. And you are God's brand ambassador. നിങ്ങൾ ദൈവത്തിന്റെ മുദ്രയുള്ള സ്ഥാനാപതികളാണ്. May we be joyous in our status in God. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള നമ്മുടെ ഈ വലിയ സ്ഥാനത്തെക്കുറിച്ച് നാം അത്യധികം സന്തോഷിക്കുന്നവരായി തീരണം. And live out our faith with courage and understanding. ധൈര്യത്തോടെ ഈ വിശ്വാസം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാവണം. May God bless us. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.